എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഇന്ന് പള്ളിയിലൊക്കെ പോയപ്പോഴേ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാധാരണ നമുക്ക് പെരുന്നാളിന് സാധാരണ എന്നും പോകുന്ന പോലെ രാവിലെ 8 മണിയാകുമ്പോൾ പള്ളിയിലേക്ക് പോകും. ആ പള്ളിയിലേക്ക് പോകുന്നത് ഞങ്ങൾ കുട്ടികൾ ഒരുമിച്ചാണ്. പള്ളിയിൽ പോയിട്ട് അവിടുന്ന് നിസ്കാരമുണ്ട്, പെരുന്നാൾ നിസ്കാരം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ബലിപെരുന്നാൾ എന്താണെന്നുള്ളത് എനിക്കറിയുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു സ്മരണയാണ് ബലിപെരുന്നാൾ. എന്താണ് ത്യാഗം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പ്രാർത്ഥനകൾക്കും ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഒരു മകൻ ഉണ്ടാവുകയാണ്, ഇസ്മായിൽ നബി. തൻ്റെ മകനായ ഇസ്മായിൽ നബിയെ അറുക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബി എന്ന് പറയുന്നത് പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അത് ചെയ്തേ പറ്റൂ. തൻ്റെ മകനോട് ഈ കാര്യം പറയുകയാണ്, നിന്നെ അറക്കുവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ദൈവത്തിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന. അപ്പോൾ മകൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം, മടി കാണിക്കരുത് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആജറ ബീവിയോടും ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് കുട്ടിയെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അറക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ സമയത്തും ആജറ ബീവിയെ പിശാച്, ഇബ്ലീസ് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം വന്നുവെന്നും, പിശാച് നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യരുത്, അങ്ങനെ രീതിയിലൊക്കെ വരുമല്ലോ, അതൊരു പിശാചാണ് അല്ലെങ്കിൽ ഒരു ഇബ്ലീസാണെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ പിശാചിനെ മാറ്റാൻ വേണ്ടിയിട്ട് പിശാചിനെ എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം കല്ലുകൊണ്ട് എറിഞ്ഞെന്നുമാണ് ചരിത്രം. ആ ഒരു ചരിത്രം തന്നെയാണ് ഇപ്പോഴും ഹജ്ജ് കർമ്മങ്ങളിൽ ഏറായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതൊക്കെ ഒരു ചരിത്രം തന്നെയാണ്, ഇതൊക്കെ ഒരു വിശ്വാസവുമാണ്. അങ്ങനെ അറക്കുവാൻ കൊണ്ടുപോയ സമയത്ത് സ്വന്തം മകൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന അവസരത്തിലാണ് ദൈവത്തിൻ്റെ ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതും, അദ്ദേഹത്തിന് മകൻ്റെ പകരം ആടിനെ അറക്കാൻ വേണ്ടി കൽപ്പന ചെയ്തു എന്നുമാണ് ചരിത്രം. ആ ഒരു കർമ്മമാണ് ഇന്ന് ഒളുഹിയത്തായിട്ട് ഇന്ന് നമ്മൾ ആടുമാടുകളെ അറുത്ത് കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങളിവിടെ പോത്തിനെയാണ് അറക്കുന്നത്. 7 പേര് അടങ്ങുന്ന ഒരു സംഘമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ടാണ്, അല്ലെങ്കിൽ ഷെയറായിട്ടാണ് നമ്മളിവിടെ ഒളുഹിയത്ത് കർമ്മങ്ങൾ ചെയ്യാറ്. ഇന്നിപ്പോൾ നെല്ലിക്കുത്ത് ജുമാഅത്ത് മസ്ജിദ് പള്ളിയിൽ ഏകദേശം 6ഓളം പോത്തുകളെയാണ് അറുത്തത്, 7 പേര് ചേർന്നിട്ടുള്ളത്. അറവ് ചെയ്ത പോത്തിൻ്റെ മാംസം 3ആയി ഭാഗിച്ചതിന് ശേഷം അതിലൊരു ഭാഗം അതിലെ ഷെയർ ചെയ്തവർ ഭാഗിച്ചെടുക്കുന്നു, മറ്റ് 2 ഭാഗങ്ങൾ മറ്റുള്ളവർക്കായി വിതരണം ചെയ്യുകയാണ് ചെയ്യാറ്. ഇങ്ങനെയാണ് ബലിപെരുന്നാളിൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി അറിവാകട്ടെ. മുസ്ലിം വിശ്വാസികളിൽ ജമാഅത്ത്, സുന്നി, മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഭാഗങ്ങളുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റു ചില കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പല വിഭാഗങ്ങൾക്കായി മാറാൻ തന്നെ കാരണമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി മറ്റു നല്ലൊരു വീഡിയോയുമായി കാണാം.